പൂമരത്തണൽ പ്രകൃതി കുടുംബം നടത്തിവരുന്ന വൃക്ഷവ്യാപന പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലുവ അദ്വൈതാശ്രമത്തിൽ വൃക്ഷത്തൈ നട്ടു. ഒരു മരം നടു, തണലുമാകും പഴവുമാകും എന്ന പരിസ്ഥിതി സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഗുരുവൃക്ഷം എന്ന പേരിൽ ദേവാലയങ്ങളിൽ വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടനം അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ നിർവഹിച്ചു. പൂമരത്തണൽ കോർഡിനേറ്റർ സുനിൽ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ഗുരുവൃക്ഷം എന്ന പേരിൽ ദേവാലയങ്ങളിൽ വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിയുടെ ഭാഗമായി ആലുവ അദ്വൈതാശ്രമത്തിൽ വൃക്ഷത്തൈ നട്ടത്. ഉദ്ഘാടനം അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ നിർവഹിച്ചു. ഇതിന് പ്രചോദനമായി ഭവിച്ചതാകട്ടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ ഒരു സന്ദേശമാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം, തണലുമായി പഴവുമായി എന്ന് ഗുരുദേവൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ ഈ വചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ ഉടനീളം ആരാധനാലയങ്ങൾ തോറും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന വലിയൊരു ദൗത്യമാണ് ശ്രീ സുനിൽ സുരേന്ദ്രൻ ഏറ്റെടുത്തിരിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി പി.കെ. ജയൻ, വിശ്വഹിന്ദ് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി.പി. രാമദാസ്, സി.പി. രാധാകൃഷ്ണൻ, ഷാജികുമാർ ബാലരാമപുരം, സീതാലക്ഷ്മി, സുഷിത പൂമരത്തണൽ, അഭിമന്യു പൂമരത്തണൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്വാമി ധർമ്മചൈതന്യ, സുനിൽ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ആശ്രമമുറ്റത്ത് ആപ്പിൾ, ചാമ്പ എന്നീ ഫലവൃക്ഷ തൈകളാണ് നട്ടത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,